മലബാർ ഫേമസ് ആയിട്ടുള്ള സ്നാക്കാണ് കോഴിയട. ഇതിൻ്റെ ഫില്ലിംഗ് സ്വീറ്റായും സ്പൈസി ആയും ഉണ്ടാക്കാറുണ്ട്. നോമ്പ് ഏകദേശം പകുതി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മീറ്റും ചിക്കനും കഴിച്ച് മടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. പ്രത്യേകിച്ചും കണ്ണൂരുകാരാണ് കോഴിയട ഈ ഒരു സ്പെഷ്യൽ ഫില്ലിംഗ് കൊണ്ട് ഉണ്ടാക്കാറ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഫില്ലിങ്ങിന് വേണ്ടി പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് ഓയിലിൽ സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ഉള്ളി ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഇതുപോലെ വാടി വരുമ്പോൾ 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകം പൊടി ചേർത്താലാണ് ഈ ഒരു ഫില്ലിങ്ങിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ. ഇനി ഇതിലേക്ക് ചേർക്കാൻ 3/4 കപ്പ് കടലപ്പരിപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് മുങ്ങുന്നത്ര വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അധികമായിട്ട് അടിഞ്ഞു പോവാതെ ഈ ഒരു ടെക്സ്ചറിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കടലപ്പരിപ്പ് വേവിച്ച വെള്ളം കൂടി ഒഴിച്ചുകൊണ്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കട്ട് ചെയ്ത കറിവേപ്പിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഫില്ലിംഗ് ഏകദേശം റെഡിയായി. ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും പെപ്പറും അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഈ ഒരു പരുവത്തിലാണ് ഫില്ലിംഗ് വേണ്ടത്. ഇനി ഡോ കുഴച്ചെടുക്കാൻ വേണ്ടി 1 കപ്പ് മൈദയിലേക്ക് കോഴിയുടെ നല്ല ക്രിസ്പി ആവാൻ 1 ടീസ്പൂൺ ഗീ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെള്ളം കുറച്ച് ഒഴിച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി കുഴച്ചെടുക്കാം. സാധാരണ വെള്ളം ഉപയോഗിച്ച് മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഈ ഒരു വലിപ്പത്തിൽ മാവ് എടുത്തിട്ട് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് റോൾ ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ച് ഇതുപോലെ ചെറിയ സർക്കിൾസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് കുക്കി കട്ടറോ അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ ടോപ്പോ എന്താ സർക്കിളിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയത് ഉള്ളത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി കട്ട് ചെയ്ത് ഓരോ മാവിലും കുറച്ച് ഫില്ലിംഗ് വെച്ച് സീൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാം. നമ്മളിവിടെ ഇതിന് പിരിയെടുക്കാന്നാണ് പറയാറ്. അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി. ഫില്ലിംഗ് പുറത്തു വരാത്ത രീതിയിലുമാണ് സീൽ ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാ കോഴിയുടെ ഇവിടെ പരത്തി റെഡി ആയിട്ടുണ്ട്. ഇനി കടായിൽ ഓയിൽ ചൂടായി വന്നാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കോഴിയുടെ ഇട്ട് 2 ഭാഗവും ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കോഴിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് ബിജു ഫഹീമ ഹിയർ. ടേക്ക് കെയർ. ബൈ ബൈ.